ഈ വീഡിയോയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ നടപടികളിൽ പ്രകോപിതനായി ട്രംപ് കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പോകുകയാണെന്ന് വാർത്തകൾ വരുന്നുണ്ട്. ട്രംപ് അവരുടെ ക്യാബിനറ്റ് മീറ്റിംഗിൽ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് വാർത്തകൾ. ഒരു കാലത്ത് പുടിൻ തൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇപ്പോൾ പറയുന്നു പുടിൻ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ വ്യക്തിയാണെന്നും അതുകൊണ്ട് തന്നെ റഷ്യക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ പോകുകയാണ്. ട്രംപ് ഇതുവരെ വീമ്പിളക്കിയിരുന്നത് ഞാൻ റഷ്യ യുക്രൈൻ യുദ്ധം ഒറ്റ ദിവസം കൊണ്ട് നിർത്തുമെന്നായിരുന്നു. എന്നാൽ അതിന് സാധിക്കാതെ വന്നപ്പോൾ ട്രംപ് നിലപാട് മാറ്റുകയാണ്. ആഴ്ചതോറും ഏകദേശം 7000 പേർ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മരിക്കുന്നുണ്ടെന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉക്രൈൻ ഏതാണ്ട് മുഴുവനായി തകർന്നുപോയി എന്നാണ് ട്രംപിൻ്റെ പുതിയ വാദം. പുടിൻ ട്രംപിൻ്റെ ഏറ്റവും പുതിയ വെടിനിർത്തൽ കരാർ തള്ളിക്കളഞ്ഞതോടെയാണ് ട്രംപിൻ്റെ മനസ്സ് മാറിയത്. ഈ കരാർ തള്ളിക്കൊണ്ട് പുടിൻ പറഞ്ഞത് ഇത് റഷ്യയുടെ കാര്യമാണ്, അമേരിക്ക ഇടപെടേണ്ട എന്നായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ അമേരിക്ക യുദ്ധോപകരണങ്ങൾ പുതിയതായി യുക്രൈനിലേക്ക് അയക്കുമെന്നും പ്രഖ്യാപിച്ചു. ഇനിയിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ സർപ്രൈസ് ആക്ഷൻ എന്തായിരിക്കുമെന്നതാണ്. ചില നിരീക്ഷകർ പറയുന്നത് കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ്. എന്നാൽ ട്രംപ് തന്നെ മുമ്പ് സമ്മതിച്ചിരുന്നു ഉപരോധങ്ങൾ റഷ്യയെ തീരെ ബാധിക്കുന്നില്ല എന്ന്. ഇതോടെ എല്ലാവരുടെയും ആകാംക്ഷ അമേരിക്ക നേരിട്ട് യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നതാണ്. ട്രംപിൻ്റെ സ്വഭാവം വെച്ച് ഏത് സമയത്തും എന്തും ചെയ്യുമെന്ന ഭയം എല്ലാവർക്കുമുണ്ട്. പ്രഖ്യാപനങ്ങൾക്ക് തൊട്ടു പിന്നാലെ ട്രംപ് 10 പാട്രിയറ്റ് ആൻറ്റി മിസൈൽ സംവിധാനങ്ങൾ യുക്രൈനിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. കൂടാതെ ട്രംപിൻ്റെ പ്രതിരോധ ഉപദേഷ്ടാവായ പീറ്റ് ഹേഗ്സത്തിനോട് എല്ലാ പ്രതിരോധ ഉൽപ്പാദകരോടും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ റഷ്യ ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതേസമയം നാറ്റോയും പടിഞ്ഞാറൻ രാജ്യങ്ങളും ആശങ്കയിലാണ്. കാരണം അമേരിക്ക നേരിട്ടിറങ്ങിയാൽ ഇതൊരു ലോകമഹായുദ്ധമാകുമെന്ന് എല്ലാവരും ഭയക്കുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം ട്രംപ് പുടിനോടും ചൈനയുടെ ഷീ ജിൻപിങ്ങിനോടും അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തുമെന്ന് പറയുന്ന ഫോൺ സംഭാഷണങ്ങൾ CNN ന്യൂസ് പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഈ വാർത്തയോടും റഷ്യയോ ചൈനയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സമാധാനത്തിന് നോബൽ സമ്മാനം കാത്തിരിക്കുന്ന ട്രംപ് മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുമെന്നാണ് എല്ലാവരും പേടിക്കുന്നത്, പ്രത്യേകിച്ച് ന്യൂക്ലിയർ ആയുധങ്ങളുള്ള സാഹചര്യത്തിൽ. എന്തൊക്കെയാണെങ്കിലും ഈ ന്യൂസുകളെല്ലാം പുറത്തു വന്നപ്പോഴും റഷ്യ യുക്രൈനുമേലുള്ള ആക്രമണം കടുപ്പിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഉക്രൈനുമേലെ ഡ്രോണുകളുടെ പെരുമഴ തന്നെ തീർത്തിരുന്നു. ട്രംപിൻ്റെ രണ്ടാമത്തെ പ്രഖ്യാപനം വ്യാപാര കരാർ സംബന്ധിച്ചാണ്. ആദ്യം ജൂലൈ 9-ന് 10% അധിക താരിഫ് പ്രാബല്യത്തിലാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ തീയതി ഓഗസ്റ്റ് 1-ലേക്ക് മാറ്റിയിട്ടുണ്ട്. ട്രംപിൻ്റെ അടുത്ത തീരുമാനം എന്താകുമെന്ന് ആർക്കും പറയാനാവില്ല. ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ഉടനെന്ന് ട്രംപ് പലതവണ പറഞ്ഞിരുന്നു. പക്ഷേ അതും ചർച്ചകളിൽ തീരുമാനമാകാതെ കിടക്കുകയാണ്. ഇതിനിടെ യൂറോപ്യൻ യൂണിയൻ വ്യാപാര ചർച്ചയിൽ അമേരിക്കയുമായി ഏതാണ്ട് തെറ്റിപ്പിരിഞ്ഞ അവസ്ഥയിലാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കൂ.